നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ അതൊക്കെ എപ്പോൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ സാധിക്കും എന്നൊക്കെയാണ് ഈ തൊടുകുറി ഫലത്തിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 പക്ഷികളുടെ ചിത്രമാണ്. ഒന്നാമത്തെ പക്ഷി എന്ന് പറയുന്നത് മൈനയും രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് പ്രാവുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മനസ്സിൽ കരുതുക. എന്നിട്ട് മാത്രം ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഫലം പറയാം. ഒന്നാമത്തെ പക്ഷിയായ മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ ധാരാളം തിരിച്ചടികളും പരീക്ഷണങ്ങളും ഒക്കെ നേരിട്ട് ഇന്ന് നിങ്ങൾ അനുഗ്രഹീതരായ വ്യക്തികളായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും മനസ്സിനെ ഭാരപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ പല മാർഗത്തിലൂടെയും കടന്നു വന്ന് ഇന്ന് ജീവിതത്തിൽ ഒരല്പം സന്തോഷിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും പല വ്യക്തികൾ നിങ്ങളെ മുതലെടുക്കാറുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അത് നിങ്ങളുടെ സ്വന്തക്കാരാകാം, ബന്ധുക്കളാകാം, സഹോദരങ്ങളാകാം, അങ്ങനെ തുടങ്ങി പല വ്യക്തികളുമാകാം. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളെ മുതലെടുത്തവർ. നിങ്ങൾക്കൊരല്പം കടബാധ്യതകളുണ്ടെങ്കിലും ഭവനത്തിനകത്ത് സന്തോഷത്തിനൊന്നും വളരെ കുറവൊന്നുമില്ല. എല്ലാം ഒരു ഈശ്വര കൃപയാൽ നടന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ പറയുവാനായിട്ട് കഴിയൂ. കടഭാരങ്ങളുണ്ട്, അതുപോലെ ചെറിയ കണ്ണുനീരിൻ്റെ പ്രയാസങ്ങളുണ്ട്, രോഗദുഃഖങ്ങളുണ്ട്. അങ്ങനെ എല്ലാം പറയുകയാണെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ച ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു മനസ്സുകൂടി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ അതൊരു വിവാഹബന്ധമാകാം, അല്ലെങ്കിൽ ഒരു യാത്രയാകാം, അതുമല്ലെങ്കിൽ ഒരു ഭവനവുമായി ബന്ധപ്പെട്ടതോ സന്താന ഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു അവിശ്വാസത്തോടു കൂടി ജീവിച്ചിട്ട് അതൊന്നും സാധിക്കില്ല എന്നതിനെ ഓർത്ത്, നശ്വരമായ ജീവിതത്തെ ഓർത്ത് ഇന്ന് മനസ്സിലൊരു ചെറിയ വേദനയും കൊണ്ട് നടക്കുന്ന വ്യക്തികളാകാം. അത്രത്തോളം ഉണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ. പക്ഷേ ഇന്ന് സമാധാനത്തോടു കൂടി ഒരല്പം ഭവനത്തിലിരിക്കാൻ കഴിയുന്നുണ്ട്. വളരെ വലിയ പ്രയാസമൊന്നുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ ചെയ്താലും ചെറിയ ചില തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട്. കടഭാരത്തിൻ്റെ പ്രയാസമൊക്കെ അധ്വാനത്തിലൂടെ മാറ്റിയെടുക്കാമെങ്കിലും മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് ഒരു മറുപടി കിട്ടാൻ വൈകുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിടത്തേക്ക് എത്തിപ്പെടുവാനായിട്ട് ഒരു കാലതാമസം അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് തൊടുകുറി ഫലത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഒന്നാമത്തെ ചിത്രമായ മൈനയെ തിരഞ്ഞെടുത്തവരുടെ ഒരു പ്രധാന വെല്ലുവിളിയും ഇത്തരം കാര്യങ്ങൾ തന്നെയാകാം. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും. പക്ഷേ ഒരല്പം കാലതാമസം നേരിടേണ്ടതായിട്ട് വരും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നത് ഏറ്റവും വലിയ പാഠമാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആത്മാർത്ഥതയോ നിങ്ങളുടെ സത്യസന്ധതയോ വിട്ട് നിങ്ങൾ പെരുമാറരുത്. വളരെയധികം വ്യക്തികൾ പല കാര്യത്തിനും നിങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. വളരെയധികം വ്യക്തികൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവരോട് ഒരു തരത്തിലുമുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ വെച്ച് പുലർത്താത്ത വ്യക്തികളാണ് നിങ്ങൾ. അത്രത്തോളം നിഷ്കളങ്കരായ വളരെയധികം അനുഗ്രഹമുള്ള വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. പക്ഷേ ഒരല്പസമയം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം, പ്രാവാണ്. ഈ പ്രാവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവ് പോലെ തന്നെ വളരെ സമാധാനത്തോടു കൂടിയും ശാന്തമായ മനസ്സോടുകൂടിയും ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സത്യസന്ധതയുള്ള വ്യക്തികളാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് ദേഷ്യമോ അനുഭവമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഉള്ളതെന്താണോ അതിൽ സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. ആരുടെയും ഒന്നും തന്നെ അർഹിക്കാത്തത് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലൊരു നല്ല മനസ്സിനുടമകളാണ്
എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രയാസക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കില്ലെങ്കിൽ കൂടി അവർക്ക് വളരെയധികം ദാനങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ നല്ല മനസ്സിനുടമകളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രയാസങ്ങൾ, കുറച്ച് പ്രതിസന്ധികൾ, അതൊക്കെ എങ്ങനെ മാറുമെന്നതിനെ ഓർത്ത് വളരെയധികം മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് വളരെയധികം ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. വിജയിക്കുമെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ വളരെയധികം പരാജയത്തോടു കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും ആത്മവിശ്വാസം കുറയുന്നു, ആത്മനിയന്ത്രണങ്ങൾ കൈവിട്ടു പോകുന്നു, മനസ്സിലെപ്പോഴും നിരാശകൾ കടന്നു വരുന്നു, ആരോടും സഹായത്തിന് ആശ്രയിക്കുവാനായിട്ടില്ല, ഒന്ന് മനസ്സ് തുറക്കുവാനായിട്ട് കഴിയുന്നില്ല, താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നില്ല. അങ്ങനെ ആകെക്കൂടെ ഒരു ബുദ്ധിമുട്ടിലായൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ജീവിതം കഴിയുന്നത്. ഇപ്പോൾ മക്കളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ വളരെയധികം ആശങ്കപ്പെടുന്ന മാതാപിതാക്കളായിരിക്കാം. വളരെ ചെറുപ്രായത്തിലെ സമ്പാദ്യശീലമൊന്നുമില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്ത് മകളെയോ അല്ലെങ്കിൽ മകനെയോ ഒന്നും തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നയിപ്പിക്കാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ. എങ്കിലും അതിനൊക്കെ തക്കതായ ഒരു അനുഗ്രഹം ഈശ്വരൻ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. എനിക്കൊന്നുമില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് ഈശ്വരൻ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ കൈവശം എത്തിക്കുക തന്നെ ചെയ്യും. ഇനി ഭാരപ്പെടേണ്ട. അതുപോലെ തന്നെ കടഭാരത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധ്വാനിക്കുക. പ്രാർത്ഥനയുടെ ഫലം ഈശ്വരൻ ലഭ്യമാക്കുമെങ്കിലും അധ്വാനം എന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു ആയുധം കൂടി തന്നെയാകുന്നു. അതിൻ പ്രകാരം അധ്വാന ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഒരു അനുഗ്രഹമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറ്റൊരു കാര്യം, സഹോദരങ്ങളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഒക്കെ ഏൽക്കുന്ന ചില അപമാന വാക്കുകളുണ്ട്, ചില കുറ്റപ്പെടുത്തലുകളുണ്ട്, പല സാഹചര്യത്തിലും കൈവിട്ട് കളയുന്ന ചില അവസ്ഥകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ച് നിങ്ങളെ നാണം കെടുത്തുന്ന ചില അവസരങ്ങളുണ്ട്, അപമാനപ്പെടുത്തുന്ന ചില വാക്കുകളുണ്ട്. അതെല്ലാം ഇന്നും മനസ്സിൽ അതുപോലെ പതിഞ്ഞു നിൽക്കുന്ന സമയങ്ങളാണ്. ഇനി ബുദ്ധിമുട്ടുകളൊന്നും വിചാരിക്കേണ്ട. ഒരു 2.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. ഇനി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും വേണ്ട. പ്രാർത്ഥനയെ മുറുകെ പിടിക്കുക, കഠിനാധ്വാനത്തിൽ ആശ്രയിക്കുക, ഈശ്വര ശക്തിയുമായിട്ട് മുന്നോട്ട് പോവുക. ഈ 2 ചിത്രങ്ങൾ, അതായത് മൈനയും പ്രാവിനെയും ഒക്കെ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളാണ് ഈശ്വരൻ ഒരുക്കി വച്ചിട്ടുള്ളത്. വളരെയധികം നല്ല മനസ്സിനുടമകളാണ് നിങ്ങൾ. അപ്രകാരം ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും മറ്റുള്ള വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.